ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അടിപൊളി നമുക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാക്കാമെന്ന് നോക്കാം. സൂപ്പറാണ്. അതെങ്ങനെയാക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണമായിട്ട് വെക്കുക. ഒരു 5-6 ചുള വെളുത്തുള്ളീൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മല്ലിച്ചപ്പ് കൊണ്ടിൻ്റെ അകത്ത് തണ്ട്, മല്ലിച്ചപ്പിൻ്റെ തണ്ടാണ് കൂടുതലുള്ളത്. ചപ്പ് നമ്മൾ കറിയിലിട്ടുകൊണ്ട് ഇതിൻ്റെ തണ്ടും കുറച്ച് ചപ്പുണ്ട്, അതും നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി 1 സ്പൂണ് ജീരകം, ചെറിയ ജീരകം. ഇനി കുറച്ച് കുരുമുളക് ഒരു 3-4 മണി മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് നമ്മൾ ഒരു 2 ചെറിയ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ശകലം ഇതിലിട്ടുക. എന്നുവെച്ചാൽ ഉപ്പും മഞ്ഞളും പെരക്കി വെച്ച ചിക്കനാണിത്. ഉപ്പും മഞ്ഞളും പെരക്കി വെച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും പെരക്കി വെച്ചതാണ്. ഇപ്പം നോക്കിയിട്ടേ ഉപ്പിടാറുണ്ട്. നമ്മൾ പെരക്കി കുറച്ച് നേരം വെക്കും. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് കഴിഞ്ഞ് ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മീൻ എങ്ങനെയാണ് കീറി കൊടുക്കുന്ന നല്ല അതേപോലെ ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. മസാലയെല്ലാം ഇതിൻ്റെ ഉള്ളിൽ. ഇത് നേരത്തെ ഞാൻ ഉപ്പും മഞ്ഞളും ഒരു പകുതി ചെറുനാരങ്ങയും കൂടി എല്ലാം മിക്സാക്കിയിട്ട് കുഴച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചതാണ്. എന്നിട്ട് ഇനി ഈ മസാല ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കാം. ആദ്യം ഇട്ട മസാല ഇതെല്ലാം ഒന്നിച്ചിതാക്കാം. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് ഉപ്പും മഞ്ഞളും നാരങ്ങയും നീരും ഞാൻ ഒഴിച്ചവിടെ കുറച്ച് പെരക്കി വെച്ചതാണ്. ഇനി ഇതൊരു 5-10 മിനിറ്റ് മതി. അപ്പോൾ ഇതിൻ്റെ മസാല സൂപ്പറാണ്. നമുക്ക് ചുവന്ന മുളക് കൂട്ടാൻ നല്ല ഇതുപോലെ ആക്കണമെങ്കിൽ നമ്മൾ പച്ച കുരുമുളകില്ലേ, മരത്ത് വന്ന് പറിച്ച പാടില്ല, പച്ച കുരുമുളക് അതിൽ ഉണ്ടാക്കി നോക്കണം. അതിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ പൊരിക്കേണ്ട ആവശ്യമില്ല. ആവിയിലിട്ട് പൊരിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ആവിയിലിട്ട് അതൊരു ദിവസം ഞാൻ കാണിക്കാം. കുരുമുളക് ഇട്ടാണെങ്കിൽ പക്ഷെ അതൊരു ദിവസം ഞാൻ കാണിക്കാം ആ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പെരക്കി മസാലയെല്ലാം ഇട്ട് പെരക്കി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കഴിച്ചാലും മതി വരില്ല. അത്രയൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകും. കുട്ടികളായാലും വലിയ ആളായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ അവിടെ നിൽക്കട്ടെ. മസാല ഒന്ന് നന്നായി പിടിക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കരിയാമ്പ് ഇട്ട് കൊടുക്കാം. കരിയാമ്പിൽ ഇട്ട് കൊടുക്കുന്നതിനൊക്കെ ഈ ചിക്കൻ കരിയാമ്പിലേയും കൂടി മണം വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. ചിക്കൻ അതിനകത്ത് ഓരോന്നിട്ട് ഇട്ട് കൊടുക്കും.
മസാലേൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് കഴിച്ച് വെക്കുക. ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. സൂപ്പറാണ്. മസാലയെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്, നല്ലൊരു മണം അടിക്കുന്നു. ഇതൊന്ന് ഒരു നേരം കാത്തിരിക്കാം. അങ്ങനെ നമ്മളെ ചിക്കനെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊന്ന് ഓഫാക്കി കൊടുക്കാം. ചിക്കൻ ഫ്രൈ ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് ചിക്കൻ ഫ്രൈ. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വറുത്ത് കഴിഞ്ഞിട്ട് തന്നെ ഇത് പൊരിച്ചെടുത്തിട്ട് തന്നെ ഇതിൻ്റെ നല്ല സ്മെല്ല്. ഈ കരിയാമ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കരിയാമ്പിലിട്ടിട്ട് അതിൻ്റെ മേലെ ചിക്കൻ ഇടുമ്പം തന്നെ നല്ലൊരു ഇതാണ്. എല്ലാ മസാലകളും ഇതിൻ്റെ നല്ല സൂപ്പറാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയ ആൾ, ഞാൻ കുക്കിംഗ് ഇടുന്ന വീഡിയോ ഉണ്ടാക്കി നോക്കിയ ആൾ നിർബന്ധമായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ പിന്നെ ഷെയർ ചെയ്യണം. എങ്ങനെയുണ്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയേറെ എൻ്റെ ഹൃദയപൂർവ്വം നന്ദി. എനിക്ക് എന്നും നിങ്ങളെ സപ്പോർട്ട് വേണം. ഈ ചാനൽ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വം ഗോഡീസ് ലവ് ചാനലിലേക്ക് പിന്നെ വീണ്ടും നമുക്ക് കാണാം, നല്ല പുതിയ കുക്കിങ്ങുമായിട്ട്.